ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിന് മുന്നിട്ട് ചെയ്തത് ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ വരച്ചതാണ്. ഇനി നമ്മളിത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് 3Dയിലേക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ട് നമ്മൾ വീറേ ഉപയോഗിച്ച് റെൻഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമുക്ക് ഇതിലേക്ക് കടക്കാം. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. അപ്പോൾ നമുക്കിത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം സാധാരണ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓവറോൾ വരച്ച് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് പിന്നെ ഒരു ബോക്സ് വരച്ചിട്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് വിൻഡോ ഒക്കെ ചെയ്യൽ. പക്ഷേ അതിന് മാത്രം സമയം ഇപ്പോൾ ഒന്നാമത്തേലില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് വീറേ റെൻഡറിങ്ങിലായതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ഡയബക്ക് വെച്ചിട്ടാണ് ഇത് ഫുള്ള് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഇത് ഓവറോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെല്ലാത്തിനെയും കൂടി ഒരു ഗ്രൂപ്പാക്കി മേക്ക് എ ഗ്രൂപ്പ്. ഞാൻ കീ മാപ്പിംഗ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഞാൻ ജിയിലേക്ക് ഗ്രൂപ്പ് അസൈൻ ചെയ്തതാണ്. അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷനിൽ പോവുക, വിൻഡോസിൽ പോവുക, പ്രിഫറൻസ് എടുക്കുക, അതിനുശേഷം ഷോർട്ട് കട്ടിൽ വരിക. നിങ്ങൾക്ക് ഏത് കീക്കാണ് ഷോർട്ട് കട്ട് വേണ്ടത്? ഇപ്പോൾ എനിക്ക് ഗ്രൂപ്പിനാണ് വേണ്ടുന്നത്. സോ ഞാൻ GROUP അടിച്ചു ഗ്രൂപ്പ്. ഇതിലിപ്പം എഡിറ്റ് ഗ്രൂപ്പ് ഉണ്ട്, പലതരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞാൻ മേക്ക് എ ഗ്രൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ മേക്ക് എ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്ക് ഗ്രൂപ്പ്, ഈ മേക്ക് ഗ്രൂപ്പിനെ ഞാൻ അസൈൻ ചെയ്തിട്ടുള്ളത് G എന്നാണ്. ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അസൈൻ ചെയ്യാം. പക്ഷേ ഞാൻ G ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിനി G പ്രസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കപ്പം ഞാൻ G പ്രസ് ചെയ്തു, ഇതൊരു ഗ്രൂപ്പാക്കി മാറ്റി. അതിനുശേഷം ഞാൻ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഒരു ലോക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. സോ നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് പോവാം. ടോപ്പ് വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ. നമുക്ക് 3D വ്യൂവിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 2D വ്യൂയിലേക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ക്യാമറയിൽ വന്നിട്ട് പാരലൽ പ്രൊജക്ഷൻ ഓൺ ചെയ്യുക. ഞാൻ F4ലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഇപ്പോൾ 2D വ്യൂയിലേക്ക് ചേഞ്ച് ആയി. കാണാൻ പറ്റും ഇപ്പോൾ കറക്റ്റ് ഈ ആക്സസ് കറക്റ്റ് ഇങ്ങനെയാണുള്ളത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ F4 പ്രസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, ഈ Z ആക്സസ് നമുക്ക് വൈഡായിട്ട് കാണാൻ പറ്റും. ഇപ്പം 2D വ്യൂയിലേക്ക് മാറിയിട്ടുള്ളത് കറക്റ്റ് ഇവിടെ ടോപ്പ് എന്ന് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് വരച്ചു കൊടുക്കാം. വോളിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്റർ വെച്ചു. ഇനി ഞാനിത് വരക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഈ ഒരു വോളാണ്. അത് നമുക്ക് ആർച്ച് വെക്കുന്നതുകൊണ്ട് ഈ വോള് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ അവസാനം ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. ഇത് ഞാൻ ഇവിടത്തേക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. സോ അതെങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക, അതിനുശേഷം ഇതങ്ങ് റിമൂവ് ചെയ്യുക. അതേപോലെ ഇതും റിമൂവ് ചെയ്യുക, ഇതും റിമൂവ് ചെയ്യുക. ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ വോളുകളൊക്കെ ക്രിയേറ്റ് ആയി. ഇനി നമുക്കിതിൽ വിൻഡോ ആഡ് ചെയ്യാം. വിൻഡോ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീ ബിൽഡായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള വിൻഡോസാണ് എടുക്കുന്നത്. സോ ഞാനിതിൽ ജോയിനറിയിൽ പോയി, അതിനുശേഷം 1800 നമ്മൾ ഫ്രണ്ടിലത്തെ വിൻഡോ ആണ് ഫസ്റ്റ് വെക്കുന്നത്. അതുകൊണ്ട് 1800 1 സ്ലൈഡ് വിൻഡോ അത് ഇവിടെ വെച്ചതിന് ശേഷം കറക്റ്റ് ഇതിൽ കൊണ്ടുപോയി വെക്കാം. അതേപോലെ അതിൻ്റെ വേറൊന്ന്. ഇനി നമുക്ക് ഇവിടെ 3 ലീഫ് വിൻഡോ ആണ് വേണ്ടുന്നത്. സോ ഇതിൽ പ്രസ് ചെയ്യുക, അതിനുശേഷം 3 ലീഫ് വിൻഡോ എടുക്കുക. ഇത് 1800/1500 ആണ്. ഞാൻ 1500/1500ലേക്ക് മാറ്റുകയാണ്. 1500/1500. അതിനുശേഷം ഇവിടെയൊക്കെ വിൻഡോ പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മളൊരു വിൻഡോ കൊടുത്തിട്ടില്ലായിരുന്നു, നമുക്കൊരു പുതിയ വിൻഡോ ആഡ് ചെയ്യാം. സോ ഞാനിത് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒരു
വിൻഡോ ആഡ് ചെയ്തു. ഇവിടെ ഒരു 2 ലീഫ് വിൻഡോ ഉണ്ട്. സോ നമുക്ക് 2 ലീഫ് വിൻഡോ സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിനെ ഇവിടെ അസൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ശരിക്കും ഒരു വിൻഡോ ഇല്ല, നമുക്കൊരു വിൻഡോ കൊടുക്കാം. ഈ ഒരു ആംഗിളിൽ ഞാനൊരു വിൻഡോ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഡോറുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ടോയ്ലറ്റിന് 2 വെന്റിലേഷൻ ഉണ്ട്, ആ വെന്റിലേഷനും കൂടി ആഡ് ചെയ്യാം. അവിടുത്തെ വെന്റിലേഷൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് കിച്ചണിൻ്റെ ഒരു വിൻഡോ ഉണ്ട്, ആ കിച്ചണിൻ്റെ വിൻഡോ ആഡ് ചെയ്യാം. കിച്ചണിൻ്റെ വിൻഡോ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഡോറുകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഡബിൾ ഡോറാണ് കൊടുത്തത്, പക്ഷേ എൻ്റെ കൈമിൽ ഇപ്പോൾ ഡബിൾ ഡോറിൻ്റെ 3D ഇല്ല, അതുകൊണ്ട് ഞാൻ സിംഗിൾ ഡോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡബിൾ ഡോർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ സിംഗിൾ ഡോറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. സോ ഇനി എനിക്ക് ഇവിടെ ഒരു ഡോർ ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ ആ ഡോർ ഇവിടെ പ്ലേസ് ചെയ്തു. ഇതിന് ഈ ബാത്റൂമിലേക്ക് ഒരു ഡോർ വേണം, അതേപോലെ ഇവിടുന്ന് ഒരു ഡോർ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോറൊക്കെ ആഡ് ചെയ്തു. നമ്മൾ മോഡലിംഗ് കംപ്ലീറ്റ് ആയി. മോഡലിംഗ് മീൻസ് നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഈ ഒരു ലോക്ക് ചെയ്തതിന് അൺലോക്ക് ചെയ്തു. അതിനുശേഷം ഇതിന് നമുക്കൊരു ഒരു ടാഗിലേക്ക് മാറ്റാം. പഴയ വേർഷനിലാണെങ്കിൽ ലെയർ, ഞാൻ ടാഗിൽ ഒരു ന്യൂ ടാഗ് ക്രിയേറ്റ് ചെയ്തു, ഫ്ലോർ പ്ലാൻ. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ NT ഇൻഫോയിൽ ഇത് ഞാൻ ഫ്ലോർ പ്ലാനിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ഫ്ലോർ പ്ലാൻ ഹൈഡ് ചെയ്ത് കളയാൻ പറ്റും. സോ നമ്മൾ വരച്ചത് ഇതാണ്. ഓവറോൾ സെലക്ട് ചെയ്യുക, G പ്രസ് ചെയ്യുക, അതായത് ഗ്രൂപ്പ്. അതിനുശേഷം നമ്മൾ F4 പ്രസ് ചെയ്യുക, പെർസ്പെക്റ്റീവിലേക്ക് ചേഞ്ച് ആയി. ഇനി നമ്മളെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2D to 3D വ്യൂ എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡോറ്, വിൻഡോ ഒക്കെ റെഡിയായി. ഇവിടുത്തെ വിൻഡോ വന്നിട്ടുണ്ട്, ഈ സൈഡിലെ വിൻഡോ, ഇവിടുത്തെ ഡോറ്, ഈ കിച്ചണിൻ്റെ വിൻഡോ, അതേപോലെ എല്ലാ സൈഡിലെയും വിൻഡോ വന്നിട്ടുണ്ട്. വെന്റിലേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഉള്ളിലത്തെ എല്ലാ ഡോറും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ ബെഡ്റൂമിലേക്കുള്ള ഡോറ്, ഈ ടോയ്ലറ്റിലേക്കുള്ള ഡോറ്, അതേപോലെ കിച്ചൺ ഡോറ്, ഇവിടെയുള്ള ഡോറ് എല്ലാം ക്രിയേറ്റ് ആയി. ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ കൊടുത്ത്, ശരിക്കും ഞാൻ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഡോർ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഹാൻഡ് വാഷിനുള്ള ഏരിയ ക്ലിക്ക് ചെയ്യാം, നമുക്കിത് റിമൂവ് ചെയ്യാം. സോ ഞാൻ 2D വ്യൂയിലേക്ക് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ടോപ്പ് വ്യൂയിലേക്ക് വന്നു. അതിനുശേഷം ഇതിനെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഓർത്തോഗ്രാഫിക് വ്യൂയിലേക്ക് മാറ്റി ഡബിൾ ക്ലിക്ക് ചെയ്തു, അതായത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡോർ നമുക്ക് വേണ്ട, ഈ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ ഡിലീറ്റ് ആവും. നമുക്ക് രണ്ടാമതും പോയിട്ട് ഒരു ഡോർ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലേക്ക് കിടക്കുന്ന ഡോർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പുറത്ത് ക്ലിക്ക് ചെയ്യുക, അതായത് ഗ്രൂപ്പ് നിന്ന് ഔട്ട് ചെയ്ത്, അതിനുശേഷം വീണ്ടും പെർസ്പെക്റ്റീവിലേക്ക് ചേഞ്ച് ആയി. നമ്മൾ 3D വ്യൂയിലേക്ക് വന്നു. സെലക്ട് ചെയ്തതിന് ശേഷം 2D to 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ നമ്മളെ ഡോർ ഇപ്പം ഇവിടത്തേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് വരുന്ന ഡോർ ഇവിടെയാണുള്ളത്. ഈ ഒരു ഏരിയ നമുക്ക് ഹാൻഡ് വാഷിനുള്ള ഏരിയ ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. സോ നമ്മളെ ഉൾഭാഗമൊക്കെ ക്ലിയറായി. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ക്ലിയർ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ഇതിനൊരു ഔട്ട്ലൈൻ ഇടാം. ആ ഔട്ട്ലൈനിലാണ് നമ്മളെ തറ വരുന്നത്. സോ L പ്രസ് ചെയ്യുക, അതിനുശേഷം ഇവിടുത്തെ കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്ത് ഇനി ഇത് താഴോട്ടേക്ക് വലിക്കുക. നമ്മൾ സാധാരണ തറേൻ്റെ ഹൈറ്റ് 45 സെൻറ്റിയാണ് കൊടുക്കുന്നത്. 45 സെൻറ്റി കൊടുത്തു, ഗ്രൂപ്പ് ചെയ്തു.
ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന് സ്റ്റെപ്പ് വേണം. സാധാരണ ഇവിടുത്തം വരെ സ്റ്റെപ്പ് കൊടുക്കും, ഇതിന് ഫുള്ളായിട്ട് കൊടുക്കും. നമുക്ക് ഇവിടുന്ന് ഇവിടുത്തം വരെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ രണ്ട് നമ്മുടെ പ്ലാന്റ് വെക്കാനുള്ളൊരു സ്പേസ് കൂടെ ഇതിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് സെൻറ്ററിലേക്ക് ഒരു ഗൈഡ് ലൈൻ ഇടുക, ഇവിടുത്തെ സെൻറ്റർ സ്നാപ്പ് ചെയ്യുക, അവിടുന്ന് ഈ ഒരു സൈഡിലേക്ക് 120 സെൻറ്റി, അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് 120 സെൻറ്റിയിലേക്ക്. അതിനെ നമുക്ക് രണ്ടും കവർ ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ഈ റെക്റ്റാങ്കിൾ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എം പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് സ്ലാഷ് 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വേണം, 3 കൊടുക്കുക. ഇപ്പോൾ 3 പീസായിട്ട് ഡിവൈഡായി. നമുക്ക് ഈ മുകളിലത്തെ രണ്ടും വേണ്ട, സോ ഈ പ്രസ് ചെയ്തിട്ട് ഇതും ഡിലീറ്റ് ചെയ്താലേ ഈ മുകളിലത്തെ ലൈനും വേണ്ട. അതിനുശേഷം ഇത് രണ്ടുമേ വേണ്ടു. ഇതിനെ നമുക്ക് 225 നമ്മൾ സാധാരണ ഒരു സ്റ്റെപ്പിൻ്റെ വീതി കൊടുക്കുന്നത്. 250 വരെ കൊടുക്കാം. 250, 500 വരെ. ഞാനിപ്പോൾ 400 കൊടുക്കുന്നുള്ളൂ. 425, 450 കൊടുക്കാം. 45. ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുക, ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് വെക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിവേഴ്സ് പീസ് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ സ്റ്റെപ്പ് റെഡിയായി. ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കാം. അതായത് 30x30 റെക്റ്റാങ്കിൾ വരച്ചു. അതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം ഈ ഒരു ലെവലിലേക്ക് തന്നെ. എന്നിട്ട് ഈ ഒരു ലെവൽ വേണ്ട, ഇതിൻ്റെ പകുതി മതി. ഇവിടുന്ന് ഇവിടത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ എക്സ്ട്രൂഡ് ചെയ്തു. അതിനുശേഷം എഫ് പ്രസ് ചെയ്യുക, ഓഫ്സെറ്റ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് താഴോട്ടേക്ക് വെക്കുക. ഇതിൽ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി, അതായത് നമ്മുടെ പ്ലാന്റ്സ് ഇതിൽ വെക്കാം. ഗ്രൂപ്പ് ചെയ്തു. ഇത്ര ഹൈറ്റ് വേണ്ട, കുറച്ച് കുറക്കാം. ഓക്കെ, ഇത്രയേ വേണ്ടു. കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ മിറർ എടുക്കുക, ഈ സെൻറ്ററിൽ വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അപ്പുറത്തേക്ക് കോപ്പി ആവും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ കോർണർ വേണം. അപ്പോൾ ഇത് പ്രസ് ചെയ്തതിന് ശേഷം ശരിക്കും ഇങ്ങനെ നമുക്ക് വേറൊരു രീതി ചെയ്യാം. ഇവിടുന്ന് നമുക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊജക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പി പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഞാനിവിടെ 2 സെൻറ്റി കൊടുത്തു. എന്നിട്ട് അതിന് എല്ലാ ഭാഗത്തേക്കും 2 സെൻറ്റി എക്സ്ട്രൂഡ് ചെയ്യുക. 2. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കോർണർ ചാംഫർ ചെയ്യണം, അല്ല ഫില്ലറ്റ് ചെയ്യണം. സോ ഞാൻ ഈ മുകൾ ഭാഗത്തെ എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പ്ലഗിന് നമ്മൾ പുതുതായിട്ട് നോക്കാൻ പോകുന്നത് റൗണ്ട് കോർണർ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തോളൂ. റൗണ്ട് കോർണറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ 2 ഗ്രീൻ ലൈൻ കാണുന്നതാണ് നമ്മുടെ ലിമിറ്റ്, ഈ റെഡ് കാണുന്നതാണ് നമ്മുടെ ചാംഫറിങ് എഡ്ജ്. സോ 1 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റിൽ 12 സെഗ്മെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പുറത്ത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഇത് സെഗ്മെൻ്റ് ആവും. അതേപോലെ തന്നെ അടുത്തതിൻ്റെ എഡ്ജുകൾ സെലക്ട് ചെയ്യുക. ഈ ഒരു എഡ്ജ് നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യണം, ഇത് മറന്നുപോയി. ഇത് ഇവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം പി പ്രസ് ചെയ്യുക, മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക, 2 സെൻറ്റി. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും 2 സെൻറ്റി ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് അല്ല, എക്സ്ട്രൂഡ്. അതിനുശേഷം ഈ ഒരു എഡ്ജ് അതേപോലെ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ സെലക്ഷന് റൗണ്ട് കോർണർ കൊടുക്കുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് റെഡിയായി. ഈ സ്റ്റെപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മേക്ക് എ ഗ്രൂപ്പ് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എഡ്ജ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ എഡ്ജിൻ്റെ നോർമൽ ആംഗിൾ കുറച്ച് കൊടുക്കുക. അപ്പം നമ്മൾ സ്മൂത്ത്നെസ് പോയിട്ട് അവിടെ നമുക്ക് ലൈൻസ് വന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ മെയിൻ സ്ലാബ് നമുക്ക് ഡ്രോ ചെയ്യണം. നമുക്ക് ഈ സെയിം പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. അതിനുശേഷം എഡിറ്റിൽ
പേസ്റ്റ് ഇൻ പ്ലേസ് ചെയ്യുക. അത് എം പ്രസ് ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മെയിൻ സ്ലാബ് വരും. അതിന് 10 സെൻറ്റിയിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് റെഡി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ നമ്മുടെ 250 ഉള്ളൂ. സോ ഞാൻ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്തിരുന്നില്ല. സോ നമുക്കിത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺവേർട്ട് TD to 3D ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 250 ബോട്ടത് കൊടുത്തിട്ടുള്ളത്. അന്ന് ഞാൻ ചേഞ്ച് ചെയ്തിരുന്നില്ല. സോ ഞാനത് 300 മാറ്റിയിട്ട് ഒന്നുകൂടെ എൻ്റർ കൊടുത്തു. എന്നിട്ട് കണ്ട ഇപ്പോൾ നമ്മുടെ വോള് 300 ചേഞ്ച് ആയി. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഈ സ്ലാബ് കുറച്ച് പൊക്കി ഇതിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ സൺഷെയ്ഡ് വരച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം F പ്രസ് ചെയ്യുക. അതായത് ഓഫ്സെറ്റ് ഇതിന് പുറത്തേക്ക് 750 75 സെൻറ്റിമീറ്ററിലേക്ക് ഓഫ്സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ 2 എഡ്ജ് ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബാക്ക് സൈഡിലേക്ക് ചെയ്യാം, പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു വ്യൂവിലേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് ചെയ്തില്ല. അതിനുശേഷം ഈ ഒരു സ്ലാബിൻ്റെ വിത്ത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടുന്നത്, 5 or 6 സെൻറ്റിമീറ്റർ എങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ 10 കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ എക്സ്ട്രൂഡ് ചെയ്തു. അതിനുശേഷം അതിന് കുറച്ച് ഒരു പ്രൊജക്ഷൻ കൊടുത്തു. ഡിസൈനിങ് നിങ്ങളെ കൺവീനിയൻ്റ് ആണ്. നല്ല സമയമെടുത്ത് ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടിൽ നല്ല എഫക്റ്റിൽ ചെയ്യാം. ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മളെ വീട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വേണ്ടുന്നത്, നമ്മളെ വീട് റെഡിയായി. പക്ഷെ ഞാനിവിടെ ഈ സെൻറ്ററായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് വേറെ തന്നെ ഒരു കളർ കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ ഒരു വോള് മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ വരിക. നമ്മൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കുക, താഴെയായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കുക, എന്നിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇതിൻ്റെ എത്രയാണ് നിങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഭാഗത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക, താഴോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ ഒരു പീസ് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. ഇതിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്, നമുക്ക് സ്പ്ലിറ്റ് യൂസ് ചെയ്യാം. അതിനുശേഷം ഇത് ഫസ്റ്റ് ഒബ്ജക്റ്റും ഇത് സെക്കൻഡ് ഒബ്ജക്റ്റും ആക്കിയിട്ട് നമ്മൾ അതിന് സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വോള് അവിടുന്ന് ഡിറ്റാച്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിറ്റാച്ച് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷവും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. അതിനൊരു പ്ലഗിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് ഡിറ്റാച്ച് ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ ഞാനിവിടെ ഒരു മാർക്ക് വെച്ചു, കാരണം നമുക്ക് ആ ഒരു ആംഗിളിൽ മാർക്കിലാണ് കട്ടായി പോകേണ്ടത്. സോ ഇത് ഞാൻ തൽക്കാലം നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു ബോക്സ് ഡിലീറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അങ്ങനെയാണ് സാധാരണ ആ പ്ലഗിൻ ഇല്ലെങ്കിൽ ചെയ്യുക. ഇത് പെയ്ഡ് പ്ലഗിനാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യം പറയാഞ്ഞത്. സോ ഈ ഒരു വ്യൂവിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ വ്യൂവിൽ വരിക, F5 പ്രസ് ചെയ്യുക, 2D വ്യൂ, F4 പ്രസ് ചെയ്തിട്ട് ഞാൻ 2D വ്യൂവിലേക്ക് മാറ്റി. അതിനുശേഷം ഇവിടെ ഒരു പ്ലഗിൻ ഉണ്ട്, S4U സ്ലൈസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ആൻഡ് പ്ലെയിൻ ഫോർ സ്ലൈസ്, അതായത് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കട്ടാവില്ല, പക്ഷേങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈന് ക്രിയേറ്റ് ആവും. ഇത് കട്ടാവില്ല, സോ ഒറ്റ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും, പക്ഷെ കട്ടാവില്ല. സെപ്പറേറ്റഡ് ലൈന് വരും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു കളർ കൊടുക്കാം, ഇവിടെ വേറൊരു കളർ കൊടുക്കാം, പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഒറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം നിൽക്കും, മറ്റേ സൈഡ് പോകും. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇത് വെക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം നിൽക്കും, മേലത്തെ സൈഡ് കട്ടായി പോകും. അങ്ങനെ കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും നിൽക്കും, പക്ഷേങ്കിൽ രണ്ടും തമ്മിൽ ഡിറ്റാച്ച് ആവും, ഒരു ബന്ധം ഉണ്ടാവില്ല, രണ്ട് പീസായി പോകും. ഓക്കെ, അടുത്തത് നമുക്ക് ഇത് രണ്ടും സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയ, അതായത് രണ്ട് പ്ലെയിനും സെലക്ട് ചെയ്യുന്ന ഏരിയ ഒരു സെലക്ഷനിലേക്ക് മാറും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രം, ഈ കട്ട് ചെയ്ത ഒരു ഏരിയ മാത്രം നമുക്ക് തനിയൊരു പീസാക്കിയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ പോലെ കട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പെയ്ഡ് പ്ലഗിനാണ്, അതുകൊണ്ട് ഞാൻ അധികം ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല, കാരണം വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഇത് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ തൽക്കാലം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂൾ വെച്ചിട്ട് രണ്ട് പീസാക്കി ഞാനിത്. സോ ഇതിപ്പോൾ വേറെ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഞാൻ ഈ ഒരു ഭാഗത്തിൻ്റെ, നമ്മളിപ്പോൾ ഉൾവശം കാണിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ, പക്ഷെങ്കിൽ നമ്മളിപ്പോൾ കളർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ജനലിൻ്റെ വിൻഡോയിൽ നമ്മളെ ഗ്ലാസ് വരുന്ന സമയത്ത് ഉള്ളിൽ കളർ വന്നാൽ തരും. അല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ കളറാക്കിയിട്ട് ഇതങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കളർ കാണുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഈ ഒരു ഔട്ടർ വാൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ഔട്ടർ വാൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഔട്ടർ വാളിന് ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റോണിൻ്റെ ഒരു മെറ്റീരിയൽ കൊടുക്കാം.
കളറ് തൽക്കാലം ഒരു കളർ അപ്ലൈ ചെയ്തു. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് മാപ്പ് ബ്രിക്ക് നമുക്ക് നമുക്ക് വെട്ടുകല്ല് യൂസ് ചെയ്യാം. വെട്ടുകല്ല് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കളറിലേക്ക് തന്നെ മാറ്റാം. വെട്ടുകല്ലിൻ്റെ ടൈലിങ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഒരു ഫേസിൽ വരിക, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്ചർ എടുക്കുക, പൊസിഷൻ എടുക്കുക. ഈ ഒരു മാർക്ക്, അതായത് ഈ മൂവ് ചെയ്യുന്നത് ഈ ഒരു കോർണറിൽ വെച്ചതിന് ശേഷം, ഇപ്പം ഈ ഒരു കോർണറിൽ വെച്ചതിന് ശേഷം ഈ സ്കെയിൽ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈലിങ് സ്കെയിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ വെട്ടുകല്ലിൻ്റെ ടെക്സ്ചർ കറക്റ്റായി. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ പെൻ ടൂൾ വെച്ചിട്ട്, പെന്നല്ല കളർ പിക്കർ ടൂൾ, ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു മെറ്റീരിയൽ കോപ്പി ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഫേസ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇതേ ടൈലിങ് ഫോളോ ചെയ്യും. ഓക്കെ, പക്ഷെ ചിലപ്പോൾ ഈ ഒരു സൈഡിലേക്ക് അത് ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ചില സമയത്ത് ഈ ഒരു ഫേസിൽ അത് ഫോളോ ചെയ്യില്ല, ചില സമയത്ത്. ഓക്കെ, ഇപ്പം നമ്മൾ ടെക്സ്ചർ കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ഒരു ഭാഗം വരെ വൈറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ലാറ്ററൈറ്റ് സ്റ്റോൺ വെട്ടുകല്ല് അതിൻ്റെ ഒരു എഫക്റ്റിലാണ് കൊടുത്തത്. ഇനി നമ്മൾ അൺഹൈഡ് ചെയ്യുക. അന്നേരത്ത് നമ്മൾ വീട് ഏകദേശം ടെക്സ്ചറൊക്കെ കൊടുത്ത്, ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യാനുള്ളത് 2 ചെയറൊക്കെ വെക്കാം, ഇവിടെ ഒരു പ്ലാന്റ് വെക്കാം, അതൊക്കെ നമുക്കിനി വെക്കാം. അപ്പം ഇവിടെ തന്നെ ജസ്റ്റ് നിങ്ങൾ കോമ്പനൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്ലാന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് ലാൻഡ്സ്കേപ്പ് കൊടുക്കാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം ഈ പുറത്തുള്ള ഭാഗം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്യുക ഒരു 150 സെൻറ്റിയിലേക്ക്. അതാണ് നമ്മുടെ ഔട്ടർ വാളിൻ്റെ ഹൈറ്റിൻ്റെ സൈസ്. ഇനി നമുക്ക് ഇതിലുള്ള ക്യാമറ സെറ്റ് ചെയ്യണം. ഇതിൽ പക്ഷേങ്കിൽ ക്യാമറ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വ്യൂ വെച്ചതിന് ശേഷം നമ്മൾ ആ വ്യൂ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വീറെ സെറ്റിങ്സ് പോവുക. അതിനുശേഷം നമ്മുടെ
സെറ്റിങ്സിൽ ക്യാമറയിൽ റണ്ടർ ഔട്ട്പുട്ടിൽ സേവ് ഫ്രെയിം ഓൺ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രെയിം. ആ ഫ്രെയിമിൽ 16:9 റേഷ്യോയിൽ നമ്മൾ ഫ്രെയിം വെച്ചിട്ടുള്ളത്. ആ ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ എവിടുന്ന് എവിടത്തേക്കാണ് നോക്കുന്നത്, അതാണ് നമ്മളെ വ്യൂ. സോ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഈ പൊസിഷൻ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഇവിടത്തേക്ക് നോക്കുന്നത്. സോ അവിടുന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മളെ ക്യാമറേൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. ഇതിനെ കുറച്ച് സൂം ചെയ്യുക. നമുക്കിത് ഫീൽഡ് ഓഫ് വ്യൂ കുറച്ച് കൂടി വേണം. സോ നമ്മൾ ഫീൽഡ് ഓഫ് വ്യൂവിൽ വരിക. എന്നിട്ട് അതിനെ കുറച്ചുകൂടെ നമ്മളെ ഫ്രെയിമിൽ അതിനെ ഒതുക്കുന്ന രീതിയിൽ അതിനെ സൂം ചെയ്യുക. അപ്പോൾ നമ്മുടെ വ്യൂ ഒക്കെ ഒന്ന് സെറ്റാക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതൊരാൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുന്ന ഹൈറ്റാണ്. 1.9 മീറ്ററിലാണ് 1.5 മീറ്ററിലാണ് ഇതിൻ്റെ ഐ ലെവൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ വെച്ചതിന് ശേഷം നമുക്ക് സൂം ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മളെ ഫ്രെയിം ഫില്ലാണ് ഈ ഒരു ഇതിൽ.